Hello guys, welcome back to my channel Kunyatan Vlog. ഇന്ന് ഞാൻ പരിചയപ്പെട്ടാൻ പോകുന്നത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് വലിയ വലിയ ഉപകാരപ്രദമായ വലിയ വലിയ മരങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോ കാണാം. ആദ്യം നമുക്ക് കേരളത്തിൻ്റെ വൃക്ഷമായ തെങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം. തെങ്ങിൻ്റെ തേങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചകിരി എടുത്ത് അടുപ്പിലിട്ട് കത്തിക്കാം. പിന്നെ അതിൻ്റെ വെള്ളം നമുക്ക് കുടിക്കുകയും ചെയ്യാം, അപ്പങ്ങളും ഉണ്ടാക്കാം. പിന്നെ അത് വെട്ടി അത് ചിരവി പിന്നെ അത് കറിക്കൊക്കെ ഇടാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് തെങ്ങിൻ്റെ ഓലയെ കുറിച്ചാണ്. ഓല എന്ന് പറഞ്ഞാൽ നമുക്ക് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാം. കളിപ്പാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണട, വാച്ച്, പാമ്പ്, ഓലപ്പന്ത്, അതൊക്കെയാണ് ഈ ഓലയുടെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഈർക്കിലി കൊണ്ട് എന്ത് ഉപകാരം എന്നാണ്. ഈർക്കിലി ഇങ്ങനെ കട്ട് ചെയ്ത് അത് ചൂലാക്കി നമുക്ക് മാറ്റാം. ഉണക്കി ചൂലാക്കിയിട്ട് എല്ലാത്തും വൃത്തിയാക്കുകയെല്ലാം ചെയ്യാം. ഇത് ഉണങ്ങിയിട്ടാകുമ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കത്തിക്കുകയെല്ലാം ചെയ്യാം. പിന്നെ ഇത് ഈ തെങ്ങിൻ്റെ തടിയെന്ന് വെച്ചാൽ നമുക്ക് വീടുണ്ടാക്കാം, വീടിൻ്റെ കഥകളുണ്ടാക്കാം. ഇനി നമുക്ക് അടുത്ത മരത്തിലേക്ക് കിടക്കാം. ഇത് മാവിൻ്റെ ഇലയെ കൊണ്ട് നമുക്ക് പല്ല് തേക്കാം. മാങ്ങ തിന്നാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. പച്ച മാങ്ങ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം, ഉപ്പിലിടാം, പിന്നെ അച്ചാറാക്കാം, പിന്നെ വെറുതെ ഉപ്പിൽ മുക്കി തിന്നാം. പഴുത്ത മാങ്ങയാണെങ്കിൽ നമുക്ക് വെറുതെ കഴിക്കാം. പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം, ജ്യൂസ് അടിക്കാം, പച്ചടി ഉണ്ടാക്കാം. ഇനി നമുക്ക് ഒട്ടും സമയം കളയണ്ട, അടുത്ത മറ്റേക്ക്. ഇത് പ്ലാവാണ് ഗൈസ്. ഇതിൽ പടർന്നിരിക്കുന്ന വള്ളി കുരുമുളകാണ്. നിങ്ങൾക്ക് കാണാം. ഇതിൽ ചക്ക പിടിക്കാറുണ്ട്. അതിനെ കൊണ്ട് നമുക്ക് പല ഉപകാരങ്ങളും ഉണ്ട്. പച്ച ചക്ക ആണെങ്കിൽ നമുക്ക് ഉരുളി കറി വെക്കാം. പിന്നെ പഴുത്ത ചക്ക ആണെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ തന്നെ തിന്നാം. നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം. പ്ലാവിൻ്റെ ഇലയാണ്. ഇതിനെ കൊണ്ട് നമുക്കൊരു ഉപകാരമുണ്ട്. ഈ സാധനം ഇവിടെ പിടിച്ച് ഇങ്ങനെ ഒന്ന് മടക്കാം. എന്നിട്ട് ഇങ്ങനെ മടക്കിയാൽ നമുക്ക് കഞ്ഞിയൊക്കെ കോരിക്ക് കുടിക്കാം. ഇനി നമുക്ക് ഒട്ടും സമയം കളയണ്ട, അടുത്ത മരത്തിലേക്ക്. ഇത് വാഴ. നമുക്ക് കല്യാണത്തിനൊക്കെ പോയാൽ ഇതിൻ്റെ ഇലയിലാണ് സദ്യ വിളമ്പാറ്. പിന്നെ ഇത് പച്ചക്കായാണെങ്കിൽ നമുക്ക് ഉപ്പേരി വെക്കാം. പിന്നെ പഴുത്ത നമുക്ക് വെറുതെ തിന്നാം. പിന്നെ ഇതിൻ്റെ കൂമ്പ് ഉപ്പേരി വെക്കാറുണ്ട്. പിന്നെ വാഴപ്പിണ്ടി ഉപ്പേരി വെക്കാറുണ്ട്. ഇനി അടുത്ത മരത്തിലേക്ക്. ഇത് കവുങ്ങ്. ഇതിൽ അടക്ക പിടിക്കാറുണ്ട്. അടക്ക നമുക്ക് വിറ്റിട്ട് പൈസ ഉണ്ടാക്കാം. ഇനി നമുക്ക് ഒട്ടും സമയം അടുത്ത മരത്തിലേക്ക്. ഇത് പറങ്കിയാണ്. ഇതിൽ പറങ്ങി പിടിക്കാറുണ്ട്. ഇതാണ് അതിൻ്റെ പൂവ്. പിന്നെ നമുക്ക് അതിൻ്റെ അണ്ടി വിറ്റ് പൈസ ഉണ്ടാക്കാം. പിന്നെ അതിൻ്റെ അണ്ടിയിൽ നിന്നാണ് അമ്മ അണ്ടിപ്പരിപ്പാക്കുന്നത്. പിന്നെ നമുക്ക് അടുത്ത മരത്തിലേക്ക് പോകാം. ഇത് സീതാപ്പഴമാണ്. ഇതിൽ സീതാപ്പഴം പിടിക്കാറുണ്ട്. അത് നമുക്ക് കഴിക്കാം. അതിൻ്റെ കുരു എടുത്തിട്ടേ കഴിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് അടുത്ത മരത്തിലേക്ക്. ഇത് സപ്പോട്ട. ഇതിലൊരു കായ പിടിക്കാറുണ്ട്. അതൊരു ബ്രൗൺ കളറിലാണ്. ഇതാണ് ആ കായ്. ഇതിനെ ചിക്കൂന്നും വിളിക്കാറുണ്ട്. ഇത് പഴുത്തിട്ടാകുമ്പോഴേ നമുക്ക് കഴിക്കാൻ പാടില്ല. ഇനി നമുക്ക് അടുത്ത മരത്തിലേക്ക്. ഇത് മുരിങ്ങയാണ്. ഈ മുരിങ്ങയില നമുക്ക് ഉപ്പേരി വെക്കാം, എന്നിട്ട് കഴിക്കാം. ഇതിൽ മുരിങ്ങക്കായ പിടിക്കാറുണ്ട്. അത് നമുക്ക് സാമ്പാറിലെല്ലാം കൂട്ടാം. ഇനി നമുക്ക് അടുത്ത മരത്തിൽ. ഇത് പപ്പായ മരമാണ്. ഇതിൽ പപ്പായ പിടിക്കാറുണ്ട്. അത് പഴുത്തതാണെങ്കിൽ നമുക്ക് വെറുതെ തോലൊക്കെ കളഞ്ഞു വിട്ട് കഴിക്കാം. പച്ചയാണെങ്കിൽ ഉപ്പേരി വെക്കാം, പിന്നെ കറി വെക്കാം. അങ്ങനത്തെ പല ഉപകരണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം വേണ്ട, അടുത്ത മരത്തിലേക്ക്. ഇത് കരിമ്പ്. ഇതിൻ്റെ ഇലയൊക്കെ കൊത്തി നമുക്ക് കഴിക്കാം. നല്ല മധുരമായിരിക്കും. ഇതിനെ കൊണ്ടാണ് നമ്മൾ പഞ്ചസാര ഉണ്ടാക്കുന്നത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ. ഇതുപോലത്തെ നല്ല വീഡിയോ ആണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.